Welcome all. Today I will be talking about Mozart of psychology. Yes, Lev Semenovich Vygotsky was a Russian psychologist. He born November 17, 1896. Vygotsky died of tuberculosis on June 11, 1934 at the age of 37. Vygotsky was a Marxist Russian psychologist. Vygotsky was a social constructivist as well as cognitive practitioner. Mozart of psychology എന്നറിയപ്പെടുന്ന ലെവ് സെമിനോവിച്ച് വൈഗോട്സ്കിയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. 1896 നവംബർ 17 സോവിയറ്റ് യൂണിയനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. 1934 ജൂൺ 11 ട്യൂബർകുലോസിസ് ബാധിച്ച് അദ്ദേഹം മരണമടഞ്ഞു. അന്ന് അദ്ദേഹത്തിന് 37 വയസ്സായിരുന്നു പ്രായം. വൈഗോട്സ്കി ഒരു മാർക്സിസ്റ്റ് റഷ്യൻ മനഃശാസ്ത്രജ്ഞൻ ആയിരുന്നു. സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തത്തിന്റെ പ്രയോക്താവും അതോടൊപ്പം വൈജ്ഞാനിക സൈദ്ധാന്തികനുമായിരുന്നു അദ്ദേഹം. മനഃശാസ്ത്രത്തിൽ ഒരുപാട് മാന്ത്രികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ നാം ഇന്ന് മൊസാർട്ട് ഓഫ് സൈക്കോളജി എന്ന് വിളിക്കുന്നത്. Vygotsky's interests: field of developmental psychology, child development and education. വൈഗോട്സ്കിയുടെ പ്രധാന താല്പര്യ മേഖലകൾ മനഃശാസ്ത്രത്തിലെ വികസന മേഖലകളും ശിശുവികസനവും വിദ്യാഭ്യാസവും ആയിരുന്നു. Vygotsky's philosophical framework. It mainly includes the interpretations of the cognitive role of mediation tools as well as the reinterpretation of well-known concepts in psychology such as internalization of knowledge. വൈഗോട്സ്കിയുടെ ദാർശനിക തലങ്ങൾ പ്രധാനമായും വൈജ്ഞാനിക തലത്തെ ഊന്നിക്കൊണ്ടായിരുന്നു. വൈജ്ഞാനിക തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ ആന്തരിക അറിവ് ഉണ്ടാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. Vygotsky's social developmental theory is one of the foundation for constructivism. He believed that language, particularly self-talk and inner speech, plays a major role in learning. ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാണ് വൈഗോട്സ്കിയുടെ സാമൂഹിക വികസന സിദ്ധാന്തം. ഒരു വ്യക്തിയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് അവൻ്റെ ഭാഷ. പ്രത്യേകിച്ചും ആ വ്യക്തി സ്വയം സംസാരിക്കുവാനും അവൻ്റെ വൈജ്ഞാനിക തലത്തിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ട് ചിന്തിക്കുവാനും അവനെ പ്രാപ്തമാക്കുന്നതിൽ അവൻ്റെ ഭാഷയ്ക്ക് പ്രധാന പങ്കുണ്ട് എന്ന് വൈഗോട്സ്കി വിശ്വസിച്ചു. Theories of Vygotsky: social development theory, social cultural theory, theory of cognitive development, social constructivism. വൈഗോട്സ്കിയുടെ സിദ്ധാന്തങ്ങൾ: സാമൂഹിക വികസന സിദ്ധാന്തം, സാമൂഹിക സാംസ്കാരിക സിദ്ധാന്തം, വൈജ്ഞാനിക സൃഷ്ടി സിദ്ധാന്തം, സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം. Theories of Vygotsky. First one, socio-cultural theory or social development theory. സാമൂഹിക വികസന സിദ്ധാന്തം അഥവാ സാമൂഹിക സാംസ്കാരിക സിദ്ധാന്തം. A person's cognitive development is largely influenced by their surrounding culture very well. ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക വികാസത്തെ അവൻ്റെ ചുറ്റുമുള്ള സംസ്കാരം
വളരെയധികം സ്വാധീനിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു വ്യക്തി, ഒരു കുട്ടി എവിടെ ജീവിക്കുന്നുവോ ആ ജീവിക്കുന്ന ചുറ്റുപാട് അവൻ്റെ വൈജ്ഞാനിക വികസനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. നെക്സ്റ്റ്, Vygotsky's theory of cognitive development. The theory centered on the ideas that social interaction and imaginative play are large contributors to the process of cognitive development in child. രണ്ടാമത്തെ തിയറി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വൈജ്ഞാനിക സിദ്ധാന്തമാണ്. ഈ ഒരു സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിയുടെ സമൂഹത്തിലുള്ള ഇടപെടലുകൾ, അതുപോലെ ഭാവനാത്മക കളികൾ, ഈ രണ്ടും ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക വികസന പ്രക്രിയയിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നതാണ്. ഗോട്ട് ഇറ്റ്? ഒരു വ്യക്തി അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ നടത്തുന്ന ഇടപെടലും അവിടെ ഇടപെടുന്ന സമയത്ത് അവനിൽ ഉണ്ടാവുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രവണതകളും പ്രവൃത്തികളും ഉണ്ടായിരിക്കും. അതൊക്കെ ഭാവന എന്ന് നമ്മൾ പറയും. അതൊക്കെ അവൻ്റെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഒരുപാട് സംഭാവനകൾ നൽകുന്നു എന്നാണ് ഈ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ്, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നതാണ് മൂന്നാമത്തെ സിദ്ധാന്തം. സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം. അദ്ദേഹം പറയുന്നത് ഇവിടെ Vygotsky believed that learning is a social process, hence his theory is referred to as social constructivism. സമൂഹത്തിൽ നടക്കുന്ന പ്രക്രിയയാണ് പഠനം. അതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ഈ പറയുന്ന പഠന നിർമ്മിതികളെ വിജ്ഞാന സൃഷ്ടി ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു സിദ്ധാന്തമാണ്, പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം എന്ന് അദ്ദേഹം പറഞ്ഞ് വെച്ചിട്ടുള്ളത്. Vygotsky's social development theory is one of the foundations for constructivism. ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ ഒരു അടിത്തറയായി കണക്കാക്കപ്പെടുന്നതാണ് വൈഗോട്സ്കിയുടെ സാമൂഹിക വികസന സിദ്ധാന്തം. Vygotsky believed that language, particularly self-talk and inner speech, plays a major role in learning. വൈഗോട്സ്കിയുടെ വിശ്വാസത്തിൽ പഠനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഭാഷ. ഒരു വ്യക്തി അവൻ്റെ ഉള്ളിൽ സംസാരിക്കുന്നതും അവൻ്റെ ഭാഷയുടെ വികസനവും അവൻ്റെ പഠനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതായി വൈഗോട്സ്കി വിശ്വസിക്കുന്നു. ലേണിംഗ് ഈസ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻ. സാമൂഹിക ഇടപെടലിലൂടെ നടക്കുന്ന ഒരു വൈജ്ഞാനിക വികാസമാണ് പഠനം എന്ന് വൈഗോട്സ്കി പറയുന്നു. സോഷ്യൽ ഇൻട്രാക്ഷൻസ് പ്ലേസ് എ ഫണ്ടമെൻ്റൽ റോൾ ഇൻ ദ പ്രോസസ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. സാമൂഹിക ഇടപെടൽ ആണ് പഠനത്തിൽ വൈജ്ഞാനിക തലത്തിൽ നടത്തുന്ന വളർച്ചയ്ക്കുള്ള പ്രധാന റോൾ നിർവഹിക്കുന്നത്. Social constructivist theory proposed by Vygotsky considers learning as a social and communicative process whereby knowledge is shared and understanding are constructed in culturally formed social setting. It emphasizes the importance of culture, context in understanding what occurs in society and constructing knowledge based on these understandings. Vygotsky മുന്നോട്ട് വെച്ച സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം പഠനത്തെ ഒരു സാമൂഹികവും ആശയവിനിമയപരവുമായ പ്രക്രിയയായി കണക്കാക്കുന്നു. അതിലൂടെ അറിവ് പങ്കിടുകയും മനസ്സിലാക്കുമ്പോൾ സാംസ്കാരികമായി രൂപപ്പെട്ട സാമൂഹിക ക്രമീകരണങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിലും ഈ ധാരണയെ അടിസ്ഥാനമാക്കി അറിവ് നിർമ്മിക്കുന്നതിലും സംസ്കാരത്തിൻ്റെയും സന്ദർഭത്തിൻ്റെയും പ്രാധാന്യം ഈ സിദ്ധാന്തം ഊന്നിപ്പറയുന്നു. ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ വൈഗോട്സ്കിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഏരിയ പഠിച്ചിട്ടുണ്ട്. ഈ സെമ്മിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയാണ്. ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഏരിയ, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഏരിയ സോഷ്യൽ കൾച്ചറൽ തിയറിയുടെ ഭാഗമായിട്ടുള്ളതും കോഗ്നിറ്റീവ് തിയറിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഓക്കെ,
ലെറ്റ്സ് സീ കോമ്പണൻസ് ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തത്തിൻ്റെ ചില ഘടകങ്ങൾ. Construction of knowledge occurs only when the learner interacts in a social context. ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ പഠിതാവ് ഇടപഴകുമ്പോൾ മാത്രമാണ് അറിവിൻ്റെ നിർമ്മാണം സംഭവിക്കുന്നത്. Learning occurs through the internalization of a socially negotiated mental function. സാമൂഹികമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാനസിക പ്രവർത്തനത്തിൻ്റെ ആന്തരികവൽക്കരണത്തിലൂടെയാണ് പഠനം സംഭവിക്കുന്നത്. ലാംഗ്വേജ് ഈസ് എ ടൂൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഔട്ട് ഓഫ് വേൾഡ് ആൻഡ് കൺസ്ട്രക്റ്റിംഗ് നോളജ്. ബാഹ്യലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അറിവ് നിർമ്മിക്കുന്നതിനുമുള്ള ഒരു ഉപകരണമാണ് ഭാഷ. Intentional learning is limited to the zone of proximal development. മനഃപൂർവമായ പഠനം സമീപസ്ഥ വികസന മേഖല പരിമിതപ്പെടുത്തുന്നതിൽ പങ്ക് വഹിക്കുന്നു. Basic principles of social constructivism. Children construct their knowledge. Development cannot be separated from its social context. Learning can lead to development. Language plays a central role in mental development. സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. കുട്ടികൾ അവരുടെ അറിവ് നിർമ്മിക്കുന്നു. വികസനം അതിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നും വേർതിരിക്കാനാവില്ല. പഠനം വികസനത്തിലേക്ക് നയിക്കും. മാനവിക വികാസത്തിൽ ഭാഷ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത്രയും 4 കാര്യങ്ങളാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ബേസിക് എലമെൻറ്റ്സ് ആയിട്ട്, ബേസിക് പ്രിൻസിപ്പിൾസ് ആയിട്ട് പോകുന്നത്. Major concepts of Vygotsky: social interaction, സാമൂഹിക ഇടപെടലുകൾ, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ഭാഷയുടെ വികാസം, മോർ നോളജബിൾ അതേഴ്സ്, അറിവുള്ള മറ്റുള്ളവർ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, സമീപസ്ഥ വികസന മേഖല, ZPD എന്നും പറയും, സ്കഫോൾഡിംഗ്, കൈത്താങ്ങുകൾ, റെസിപ്രോക്കൽ ടീച്ചിങ്, collaborative learning. Social interaction, സാമൂഹിക വർത്തനം അഥവാ സാമൂഹികമായ ഇടപെടൽ. Social interaction plays a fundamental role in the development of cognition. വൈജ്ഞാനിക ധർമ്മങ്ങളും സാമൂഹിക വർത്തനവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. വൈജ്ഞാനിക വളർച്ചയുടെ വികാസത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് സാമൂഹിക വർത്തനം അഥവാ സാമൂഹികമായ ഇടപെടൽ. സാമൂഹിക ഇടപെടലിലൂടെയാണ് ഒരു വ്യക്തിയിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഏറ്റവും അധികം നടക്കുന്നത്. Social interaction is the process by which we act and react to those around us. സാമൂഹിക വർത്തനം എന്നത് ഒരു വ്യക്തി ആ വ്യക്തിയുടെ ചുറ്റുമുള്ള വ്യക്തികളോട് പെരുമാറുന്നതും പ്രതികരിക്കുന്നതും ഉൾപ്പെടുന്നതാണ് സോഷ്യൽ ഇൻ്ററാക്ഷൻ അഥവാ സാമൂഹിക വർത്തനം അഥവാ സാമൂഹികമായ ഇടപെടൽ. Internalization is a process of learning whereby the child incorporates a rich body of knowledge and tools of thoughts that first exist outside the child through social adaptation. Internalization. സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ ഒരു വ്യക്തിയിൽ ഇൻറ്റേർണലൈസേഷൻ സാധ്യമാകും. ഇൻറ്റേർണലൈസേഷൻ എന്ന് പറയുന്നത് ഒരു പഠന പ്രക്രിയ ആകുന്നു. ഈ ഒരു പ്രക്രിയയിലൂടെ സമൂഹത്തിൽ നിന്നും കിട്ടുന്ന പല കാര്യങ്ങൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോളജ്, അതൊരു വ്യക്തിയുടെ വൈജ്ഞാനിക തലത്തെ ഒരുപാട് തരത്തിൽ ബാധിക്കുന്നു. സമൂഹത്തിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ
സമന്വയിപ്പിച്ചും ഇൻകോപ്പറേറ്റ് ചെയ്തും വ്യക്തിയിൽ സമ്പന്നമായ അറിവ് നേടിയെടുക്കാൻ വഴിയൊരുക്കുന്നു. So, internalization is a learning process which adapts from the social surrounding by the child. Every function in the child's cultural development appears twice. First on the social level and later on the individual level. ഒരു വ്യക്തിയിൽ സാംസ്കാരിക വളർച്ച നടക്കുന്നത് രണ്ട് തരത്തിലാണ്. ആദ്യം സാമൂഹിക തലത്തിലും പിന്നീട് വ്യക്തി തലത്തിലും. First one, the intermental or interpsychological, പരസ്പരാശ്രയ മനഃശാസ്ത്രത്തിൽ നിന്നും. രണ്ടാമത്തത് ഇൻട്രാമെന്റൽ ഓർ ഇൻട്രാസൈക്കോളജിക്കൽ, സ്വാശ്രയ മനഃശാസ്ത്രത്തിൽ നിന്നുമാണ്. According to Vygotsky, development will happen through culture, social interaction and thought and language. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയിൽ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത് സംസ്കാരത്തിലൂടെയും സാമൂഹിക വർത്തനത്തിലൂടെയും ചിന്തയിലൂടെയും ഭാഷാ വികാസത്തിലൂടെയും ആകുന്നു. According to Vygotsky, development will happen through culture, social interaction and thought and language. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയിൽ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത് സംസ്കാരത്തിലൂടെയും സാമൂഹിക വർത്തനത്തിലൂടെയും ചിന്തയിലൂടെയും ഭാഷാ വികാസത്തിലൂടെയും ആകുന്നു. According to Vygotsky, there have 3 forms of language. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷാ വികസനം 3 തരത്തിൽ നിലകൊള്ളുന്നു. ഫസ്റ്റ് വൺ സോഷ്യൽ സ്പീച്ച്, സെക്കൻഡ് വൺ പ്രൈവറ്റ് സ്പീച്ച്, തേർഡ് വൺ സൈലന്റ് ഇന്നർ സ്പീച്ച്. You already familiarized the forms of language in your first semester. ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ ഓൾറെഡി ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് തിയറി ഓഫ് വൈഗോട്സ്കി പഠിച്ചതാണ്. സോ ഞാനിവിടെ ജസ്റ്റ് അതിനെക്കുറിച്ച് പറയുന്നു എന്ന് മാത്രം. ഫസ്റ്റ്, social speech. This is what Vygotsky referred to as the external communication that people use to talk with other people. And he believed that this form of language was typical in children up to age of 2. 2 വയസ്സ് വരെ കുട്ടികൾ സംസാരിക്കുന്നത് സോഷ്യൽ സ്പീച്ച് ഫോമിലാണ്. അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ, അത്തരം ഒരു പദപ്രയോഗങ്ങൾ തന്നെ അവർക്കുണ്ടായിരിക്കും. അതെല്ലാം ഈ സോഷ്യൽ സ്പീച്ചിൽ നിന്നാണ് രൂപപ്പെടുന്നത്, സോഷ്യൽ സ്പീച്ചിൻ്റെ വലയത്തിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ്, പ്രൈവറ്റ് സ്പീച്ച്. കുട്ടി ഒന്നുകൂടിയും വളർന്നു 3 മുതൽ 6 വയസ്സ് വരെയുള്ള അവൻ്റെ പദപ്രയോഗം, ഭാഷാ പ്രയോഗ ശൈലി ഈ പറയുന്ന പ്രൈവറ്റ് സ്പീച്ചിൽ ഉൾപ്പെടുന്നു. കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റും എന്ത് ഏകദേശം അർത്ഥം, ഓരോ പദത്തിൻ്റെയും അർത്ഥം കുട്ടിക്ക് ഏകദേശം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവനോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട്, അവൻ്റെ കോഗ്നിറ്റീവ് ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവനോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവൻ നടത്തുന്ന സംഭാഷണത്തെയാണ് പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. This is what Vygotsky referred to as the internal communication. See, internal communication in the child that the person direct to themselves. It serves an intellectual function and it is typical in children from the age of 3 to 6 years old. Got it? Next, silent inner speech. From the age of 7 years old. 7 വയസ്സ് തൊട്ട് കുട്ടി സംസാരിക്കുന്നത് സൈലന്റ് ഇന്നർ സ്പീച്ച് ഫോം ഓഫ് ലാംഗ്വേജിൽ നിന്ന് ഉണ്ടാണെന്നാണ് വൈഗോട്സ്കി അഭിപ്രായപ്പെടുന്നത്. വൈഗോട്സ്കി believed that this is what happens when private speech diminishes in its audibility until it becomes a self-regulating function. He believed this was typical in children from age of 7 years old. കുട്ടി പറയേണ്ട കാര്യങ്ങൾ മാത്രം പുറത്ത് പറയുകയും
അങ്ങനെ ഒരുപാട് കോൺഷ്യസ് ആയിക്കൊണ്ട് കോഗ്നിറ്റീവ് ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭാഷയെ കൈകാര്യം ചെയ്യുന്നു. ഇതാണ് ഈ സൈലൻറ്റ് ഇന്നർ സ്പീച്ചിൽ സംഭവിക്കുന്നത്. സി 3 forms of language. First, social speech. Second, private speech. Third, silent inner speech. Next, concept of Vygotsky, that is MKO, the more knowledgeable other. കൂടുതൽ അറിവുള്ള മറ്റൊരാൾ. Anyone who has a better understanding or higher ability level than the learner. പാഠ്യവിഷയത്തെക്കുറിച്ച് പഠിതാവിനേക്കാളും കൂടുതൽ അറിവുള്ള ആരെയും നമുക്ക് MKO എന്ന് വിളിക്കാൻ സാധിക്കും. Whether parent, coach, teacher, sibling, computers, books, anything, it may be MKO. ഇവിടെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. കുക്കീസ് വേണമെന്ന് പറയുന്ന പെൺകുട്ടിയും ദെൻ അവൾക്ക് MKO ആയിട്ട് വരുന്ന പാരൻറ്റ്, അവളുടെ ഫ്രണ്ട്, കമ്പ്യൂട്ടർ, ബുക്സ് എല്ലാം അവിടെ MKO എന്ന് ആ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് വാച്ചിട്ട്. യൂഷ്വലി ഹാസ് ടു ഡു വിത്ത് എ റെസ്പെക്ട് ടു പെർട്ടിക്കുലർ ടാസ്ക്, പ്രോസസ് ഓർ കോൺസെപ്റ്റ്. നമ്മുടെ വിഷയം എന്താണോ ആ വിഷയത്തെക്കുറിച്ചിട്ട് അറിവ് നൽകുന്ന എന്തിനേയും നമുക്ക് MKO എന്ന് പറയാൻ സാധിക്കും. സി വൈഗോട്സ്കിൻ്റെ തിയറി ഊന്നി പറയുന്നത് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് ഒരു വ്യക്തിയിൽ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത്, ലാംഗ്വേജ് ഫോർമേഷൻ സംഭവിക്കുന്നത് എന്നാണ്. സോ ചുറ്റുപാടുമുള്ള പല വ്യക്തികളും നമ്മളെ ലേണിങ്ങിനെ സഹായിക്കുന്നുണ്ട്. അത്തരത്തിൽ നമുക്ക് വേണ്ട അറിവ് നൽകുന്ന കൂടുതൽ അറിവുള്ള ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആരെയും നമുക്ക് MKO എന്ന് വിളിക്കാൻ സാധിക്കുമെന്നാണ് വൈഗോട്സ്കി ഇവിടെ ഊന്നി പറയുന്നത്. സി MKO, ഹി ഈസ് എ സ്കഫോൾഡർ, കൈത്താങ്ങ് നൽകുന്ന വ്യക്തി കൂടിയാണ് MKO എന്ന കോൺസെപ്റ്റ്. ജസ്റ്റ് വാച്ച് ദ വീഡിയോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക് ഓഫ് MKO. Cookies, but I don't know how. Mom, I want to make cookies, but I don't know how. Well, I have just the perfect recipe that Grandma taught me when I was your age. Let's go to the kitchen. They love Grandma. Wait, what if Mom's not around? Well, let's get sweet. How you doing, baby? What's up? What are you doing after school? Actually, practice just got canceled, so I'm free. What are you doing? Well, I really want to make cookies, but I don't know how. Well, that's perfect. Dr. Green just told me to make cookies in cooking class. You want me to come over and I'll teach you? Yes, please do. All right, sweet. I'll hit you up after class, all right? All right, see you later. Later. Hello? Oh no. Okay. Bye. What happens when your friends are all busy? Mom, aren't we gonna make cookies? I don't have time. I have to go. Mom, let's go. Here, take the cookbook. Here. Bye. Love you. Bye. What if the recipe's not in the cookbook? What do you want? I have a question. What? I'm working on some sweet dance moves. And wait. No, I want to make cookies, but I don't know how. What, do I look like grandma or something? Seriously, go ask Mom. Well, I asked Mom and she didn't answer me, and she couldn't do it, so she gave me a cookbook, and the cookbook didn't have it in it. So then I asked my friend, and they couldn't do it either. So you're my older brother, you're supposed to help. Fine. Let's use the computer. Let's use Google. Okay? How to bake cookies. There it is. Let's print out the recipe, go to the kitchen, bake some cookies, and have some presents. Bonding time. Thanks, bro.
Mom. I'm an MKO. Friend. I'm an MKO. Cookbook. This is an MKO. Computer. This is an MKO. But you just don't know how. Ask your M. K. Oh. More. Knowledgeable. Other. Vygotsky's another concept, that is ZPD, zone of proximal development. സമീപസ്ഥ വികസന മേഖല. According to Vygotsky, learning have two developmental levels. പഠനത്തിന് രണ്ട് ഡെവലപ്മെന്റൽ ലെവൽസ് ഉണ്ട് എന്നാണ് വൈഗോട്സ്കി അഭിപ്രായപ്പെടുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ ആക്ച്വൽ ഡെവലപ്മെന്റ്. സെക്കൻഡ് വൺ ഈസ് ദ പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ്. ആക്ച്വൽ ഡെവലപ്മെന്റ് യഥാർത്ഥ വികസന തലം, പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ് വികസന ശേഷി തലം. ഈ രണ്ട് ലെവൽസിനും ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. The distance between the actual development level as determined by independent problem solving, the level of potential development as determined through problem solving under adult guidance or in collaboration with more capable peers. Vygotsky 1978. Vygotsky എന്താണ് ZPD എന്ന് നിർവചിച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. പഠിക്കുന്ന സമയത്ത് കുട്ടി അതുവരെ നേടിയിട്ടുള്ള അറിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തം വൈജ്ഞാനിക തലത്തിൽ കുട്ടി ഒരു കാര്യത്തെ പഠിക്കുകയാണ്. അപ്പോൾ കുട്ടിക്കൊരു റിസൾട്ട് കിട്ടും. ദാറ്റ് ഈസ് ദ ആക്ച്വൽ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ്, ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് മറ്റൊരാളുടെ സഹായത്തോടു കൂടി പഠിക്കുകയാണ്. ആ സമയത്ത് കിട്ടുന്ന റിസൾട്ടിനെയാണ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നോർമലി നമ്മുടെ എല്ലാവരുടെ കോഗ്നിറ്റീവ് ലെവലിലും നമുക്ക് ഈ പറയുന്ന രണ്ട് തലങ്ങൾ കാണാൻ സാധിക്കും. സോ ഇവർ തമ്മിലുള്ള ആ ഗ്യാപ്പിനെയാണ് ZPD എന്ന് വൈഗോട്സ്കി അഭിപ്രായപ്പെടുന്നത്.
just need the help of a teacher. See the diagram. What is actual development? യഥാർത്ഥ വികസന തലം എന്ന് പറയുന്നത് എന്താണ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് അഥവാ വികസനശേഷി തലം? യഥാർത്ഥ വികസന തലം എന്ന് പറയുമ്പോൾ കുട്ടീൻ്റെ അതുവരെയുള്ള അറിവനുസരിച്ച് കുട്ടിക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വിജയം. വാട്ട് എ ഗിവൺ ചൈൽഡ് ക്യാൻ അച്ചീവ് അലോൺ. ഇൻഡിപെൻഡൻറ്റ് പെർഫോമൻസ് ആണ് അവിടെ വരുന്നത്. ദറ്റ് ഈസ് ദ ആക്ച്വൽ ഡെവലപ്മെൻറ്റ്, യഥാർത്ഥ വികസന തലം. നെക്സ്റ്റ്, അതിനേക്കാളും അപ്പുറത്ത് നിൽക്കുന്ന ഒരു തലമാണ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് ഓർ ലെവൽ ഓഫ് മാക്സിമലി അസിസ്റ്റഡ് പെർഫോമൻസ്. വെൻ ഹി can achieve through problem solving under adult guidance or in collaboration with more capable peers. മറ്റൊരാളുടെ സഹായത്തോടു കൂടി കുട്ടിക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു വൈജ്ഞാനിക തലമാണ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. Next, we can see the stages of ZPD. ZPD have 4 stages. First one, more capable others, capable peers, adults, etc. in it. Second stage, assistant from self. Next, automation, practice, trial, error ഒക്കെ വരുന്നതാണ് third stage. Fourth stage, de-automation, provide explanation to others. മറ്റുള്ളവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. See two features of ZPD. First one, scaffolding, കൈത്താങ്ങ് നൽകുക. Maybe the scaffolder is MKO. Second feature, that is reciprocal teaching. Teacher കുട്ടികളെ പഠിപ്പിക്കുക. Scaffolding, കൈത്താങ്ങ് നൽകുക. Scaffolding provide a special type of help that assists learners move towards new concepts, skills or understanding. താങ്ങ് നൽകി കുട്ടിയെ മുൻപോട്ട് നയിക്കുന്ന വ്യക്തിയെ ആണ് സ്കഫോൾഡർ എന്ന് വിളിക്കുന്നത്. പാഠ്യവിഷയങ്ങളിൽ സഹായിക്കുക, പുതിയ ആശയങ്ങൾ പകർന്നു കൊടുക്കുക, പുതിയ നൈപുണ്യങ്ങൾ പകർന്നു നൽകുക തുടങ്ങിയ പ്രക്രിയകൾ ചെയ്യുന്ന വ്യക്തികളെയാണ് സ്കഫോൾഡർ എന്ന് വിളിക്കുന്നത്. സ്കഫോൾഡിംഗ്, കൈത്താങ്ങ് നൽകുക എന്നത് ZPDയിൽ വരുന്ന ഒരു കോൺസെപ്റ്റാണ്. Features of scaffolding: recruiting interest in the task, simplifying the task, maintaining pursuit of the goal, controlling frustration during the problem solving, demonstrating idealized version. കൈത്താങ്ങിൻ്റെ സവിശേഷതകൾ: ടാസ്കിലേക്ക്, പ്രവർത്തനത്തിലേക്ക് താല്പര്യം കൊണ്ടുവരുന്നു, പ്രവൃത്തിയെ എളുപ്പമാക്കി കൊടുക്കുന്നു, കുട്ടികളിൽ ലക്ഷ്യം നിർണയിച്ച് കൊടുക്കുന്നു, പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കെ കുട്ടികളിൽ ഉണ്ടാകുന്ന നിരാശയെ ഇല്ലാതാക്കി കൊടുക്കുന്നു, കുട്ടികൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളുടെ മാതൃകകൾ കാണിച്ച് കൊടുക്കുന്നു. Reciprocal teaching, the second feature of ZPD. It involves the construction of knowledge and students usually in small groups reading a section of text. ഭാഷാ ശേഷി വികസിപ്പിക്കാനായി വൈഗോട്സ്കി ഊന്നിപ്പറയുന്ന ഒരു ബോധന മാർഗമാണ് റെസിപ്രോക്കൽ ടീച്ചിങ്. പാഠഭാഗത്തിലെ ഒരു ഏരിയ വായിക്കാൻ നൽകിക്കൊണ്ട് ഭാഷാശേഷി കുട്ടികളിൽ വികസിപ്പിക്കാൻ സാധിക്കും. അതിനെ സഹായിക്കുന്ന ഒരു ടീച്ചിങ് മെത്തേഡ് ആണ് റെസിപ്രോക്കൽ ടീച്ചിങ്. നെക്സ്റ്റ്, സ്റ്റേജസ് ഓഫ് റെസിപ്രോക്കൽ ടീച്ചിങ്. ഫസ്റ്റ്, ടീച്ചർ ഡെമോൺസ്ട്രേറ്റ്, ടീച്ചർ അത് ചെയ്ത് കാണിക്കുന്നു, പടം വായിച്ചു കൊടുക്കുന്നു. Then student learning
ആൻഡ് പ്രാക്ടീസ്. കുട്ടി അത് ചെയ്തു നോക്കുന്നു, പാഠഭാഗം വായിക്കാൻ ശ്രമിക്കുന്നു. ടീച്ചർ സ്റ്റുഡൻറ്റ് ഗ്രൂപ്പ്സ്. ടീച്ചർ കുട്ടികളെ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളാക്കി മാറ്റുന്നു. സ്റ്റുഡൻറ്റ് ഗ്രൂപ്പ് കുട്ടികളെ ഡിഫറെൻ്റ് ആയിട്ട് ഗ്രൂപ്പുകളാക്കി മാറ്റുകയും ഭാഷാശേഷി വികസിപ്പിക്കാനായി ടെക്സ്റ്റ് ബുക്കിലെ ഏരിയാസ് റീഡ് ചെയ്യിപ്പിക്കുന്നു. അത്തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സ്റ്റുഡൻറ്റ് ആ ഗ്രൂപ്പിൽ ചെയ്യുന്നത്. നെക്സ്റ്റ്, സെൽഫ് റെഗുലേഷൻ. സ്റ്റുഡൻറ്റ് സെൽഫ് റെഗുലേഷൻ. കുട്ടികൾക്ക് എടുത്ത പാഠഭാഗത്തിൽ നിന്നും ഭാഷാശേഷി വികസിച്ചോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്റ്റെപ്പാണ് ലാസ്റ്റ് വണ്ണ്. ടീച്ചർക്ക് കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യാനും ഈ സ്റ്റെപ്പിലൂടെ സാധിക്കും. Collaborative learning, സഹവർത്തിത്വ പഠനം. Collaborative learning actively involve learning working together in order to complete a task. Collaboration increase the opportunities a student has to use the target language and thereby develop their skills in it. സഹവർത്തിത്വത്തോടു കൂടി പഠിക്കുക. ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ, ഒരു ടാസ്ക് ചെയ്യുമ്പോൾ കുട്ടി ഒരു ഗ്രൂപ്പായി ചേർന്നുകൊണ്ട് പഠിക്കുന്ന പ്രവർത്തനത്തെയാണ് കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ഭാഷാ വികസനത്തിന് സാധിക്കുന്ന ഒരു ബോധന രീതിയാണ് കൊളാബറേറ്റീവ് ലേണിംഗ്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് കൊളാബറേറ്റീവ് ലേണിംഗ്. എക്സ്പ്ലോറേഷൻ. ഭാഷയെ ആഴ്ന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ സാധിക്കുന്ന ഒന്നാണ് കൊളാബറേറ്റീവ് ലേണിംഗ്. കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയം നല്ല രീതിയിൽ നടത്തുവാൻ സഹായിക്കുന്ന ഒരു ബോധന മാർഗമാണ് കൊളാബറേറ്റീവ് ലേണിംഗ്. സോഷ്യൽ ഇൻ്റർഡിപ്പെൻഡൻസ്. പരസ്പരം സഹായിച്ചുകൊണ്ട് പങ്കാളിത്തത്തോടുകൂടി പാർട്ടിസിപ്പേഷനോട് കൂടി പഠിക്കാൻ സഹായിക്കുന്നതാണ് കൊളാബറേറ്റീവ് ലേണിംഗ്. സ്റ്റുഡൻസ് മോട്ടീവ് ഇൻട്രാക്ഷൻ. കുട്ടികൾ തമ്മിൽ പരസ്പരം ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും. ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് അസസ്മെൻറ്റ്. ഗ്രൂപ്പായി ചേർന്നുകൊള്ളും ഓരോ ഇൻഡിവിജ്വലും സാമൂഹിക സഹവർത്തിത്വത്തോടു കൂടി പഠിക്കാൻ സഹായിക്കുന്നതാണ് കൊളാബറേറ്റീവ് ലേണിംഗ്. ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ. ഇവിടെ ടീച്ചർ ഒരു മാർഗനിർദ്ദേശകനായാണ് പ്രവർത്തിക്കുന്നത്. Educational implication of Vygotsky's social constructivism. According to Vygotsky's theories, learning takes place as a result of the interaction of the learner in a social context. Hence, the curricula should be designed to emphasize interaction between learners and learning tasks. വൈഗോസ്കിയുടെ സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം അനുസരിച്ച് ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ പഠിതാവിൻ്റെ ഇടപെടലിൻ്റെ ഫലമായാണ് പഠനം നടക്കുന്നത്. അതിനാൽ പഠിതാക്കൾ തമ്മിലുള്ള പഠനത്തിനും പഠന ചുമതലകൾക്കും ഊന്നൽ നൽകുന്നതാണ് ഓരോ പാഠ്യപദ്ധതിയിലെയും ആശയങ്ങൾ. Vygotsky theory emphasizes the need of students to construct their own understanding of each concept, so that the primary role of the teacher to create social situations for students that will foster the construction of knowledge. വൈഗോട്സ്കിയുടെ സിദ്ധാന്തം ഓരോ ആശയത്തെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് അവരുടേതായ ധാരണയുണ്ടെന്ന് പറയുന്നു. അതിനാൽ അധ്യാപകൻ്റെ പ്രാഥമിക പങ്ക് വിദ്യാർത്ഥികൾക്ക് ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു നൽകുക എന്നതാണ്. Social constructivism emphasizes the importance of culture and context in the construction of knowledge. Hence, all the components of the educational process should be framed in tune with the culture of the society. വിജ്ഞാന നിർമ്മാണത്തിൽ സംസ്കാരത്തിൻ്റെയും സന്ദർഭത്തിൻ്റെയും പ്രാധാന്യം സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം ഊന്നി പറയുന്നു. ആയതിനാൽ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും സമൂഹ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങൾ പരിചയപ്പെടുത്തണം. Social constructivism considers the teacher as a co-learner
This called for a change in conventional role of the teacher for a giver of knowledge to a facilitator, organizer, and mentor of the learning. വൈഗോട്സ്കിയുടെ സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം അധ്യാപകനെ ഒരു സഹപഠിതാവായി കണക്കാക്കുന്നു. അറിവ് നൽകുന്ന ആളിൽ നിന്ന് ഒരു ഫെസിലിറ്റേറ്റർ, സംഘാടകൻ, പഠന ഉപദേഷ്ടാവ് എന്നിവയിലേക്ക് അധ്യാപകൻ്റെ പരമ്പരാഗത പങ്ക് മാറാൻ ഈ സിദ്ധാന്തം ആവശ്യപ്പെടുന്നു. Social constructivism considers the scaffolding as an effective form of teaching. For this to achieve, the teacher should continually adjust the level of his help in response to the learner's level of performance. സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം സ്കഫോൾഡിങ്ങിനെ ഫലപ്രദമായ ഒരു അധ്യാപന രൂപമായി കണക്കാക്കപ്പെടുന്നു. ഇത് നേടുന്നതിനെ പഠിതാവിൻ്റെ പ്രകടനത്തിൻ്റെ നിലവാരത്തോടുള്ള പ്രതികരണമായി അധ്യാപകൻ തൻ്റെ സഹായത്തിൻ്റെ നില നിരന്തരം ക്രമീകരിക്കണം. Vygotsky felt that the students need to be guided by adults, but also thought that it was very important for the students to be influenced by their peers as well as discover the things of their own. As such, the theory advises peer instruction, guided instruction, cooperative learning, social negotiation, and collaborative learning as specialized method of teaching and learning. സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തത്തിൽ വിദ്യാർത്ഥികളെ മുതിർന്നവർ നയിക്കേണ്ടതുണ്ടെന്ന് വൈഗോട്സ്കിക്ക് തോന്നി. എന്നാൽ വിദ്യാർത്ഥിയെ അവരുടെ സമപ്രായക്കാർ സ്വാധീനിക്കുന്നതും അദ്ദേഹം ഈ സിദ്ധാന്തത്തിൽ കണ്ടെത്തി. തുടർന്ന് പിയർ ഇൻസ്ട്രക്ഷൻ, ഗൈഡഡ് ഇൻസ്ട്രക്ഷൻ, സഹവർത്തിത്വ പഠനം, സാമൂഹിക ചർച്ചകൾ, സഹകരണ പഠനം തുടങ്ങിയവ അധ്യാപന പഠന രീതികളായി ഉപയോഗിക്കാൻ ഈ സിദ്ധാന്തം ഉപദേശിച്ചു. Social constructivist method of teaching necessitate the design of learning material in such a way to encourage student interaction and collaboration. വിദ്യാർത്ഥികളുടെ ആശയവിനിമയവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം അതിലെ അധ്യാപന രീതികളും ഉപദേശിക്കുന്നു. According to Vygotsky, learning is limited to set PD, the difference between learner's actual development and his potential development. Hence, the assessment methods must target both the level of actual development and the level of potential development. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ പഠനം സെറ്റ് പി ഡിയിലേക്ക് പരിമിതപ്പെട്ടിരിക്കുന്നു. സെറ്റ് പി ഡി മീൻസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്ച്വൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. ആയതിനാൽ മൂല്യനിർണയ രീതി മാറ്റം വരുത്തിക്കൊണ്ട് യഥാർത്ഥ വികസനത്തിൻ്റെ നിലയെയും വികസന ശേഷി തലത്തിൻ്റെ നിലയെയും ലക്ഷ്യം വെച്ച്
പഠനം സ്കഫോൾഡ് മുൻപോട്ട് കൊണ്ട് പോകണം. Last point. Two children can differ substantially in the ZPDs. Therefore, the knowledge of ZPD will help the teacher to identify each child's readiness to benefit from instruction. അധ്യാപകൻ്റെ ZPD യെ കുറിച്ചുള്ള അറിവ് കുട്ടികളെ പഠനത്തിൽ മുൻപോട്ട് നയിക്കുവാൻ സഹായിക്കും. കാരണം 2 കുട്ടികളെ എടുത്തു നോക്കിയാൽ 2 പേരുടെയും ZPDകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. Dear students, that's the education implication of Vygotsky's social constructivism. I hope all of you hear the topic Vygotsky's social constructivism. Vygotsky's social constructivism സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം പഠനം സമൂഹത്തിൽ നിന്നും ആരംഭിക്കുന്നു. സമൂഹത്തിലൂടെയാണ് കുട്ടിയിൽ പഠനം നടക്കുന്നത് എന്നാണ് വൈഗോട്സ്കി അഭിപ്രായപ്പെടുന്നത്. വൈഗോട്സ്കിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആശയങ്ങൾ ലാംഗ്വേജ് ഫോർമേഷൻ, സോഷ്യൽ ഇൻട്രാക്ഷൻ, സ്കഫോൾഡിംഗ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ്, level of potential development, intra-psychological തുടങ്ങിയ കോൺസെപ്റ്റുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയമുള്ളവർക്ക് എന്നോട് ചോദിക്കാം. താങ്ക് യു ഓൾ.